ശ്രീ എം കെ രാഘവൻ എം പി ചേരുന്നുണ്ട്. ശ്രീ എം കെ രാഘവൻ, ഒരുപക്ഷെ അങ്ങനെ അനങ്ങാതിരുന്ന ഒരു സംവിധാനത്തെ നിങ്ങളുടെയൊക്കെ ഇടപെടൽ കാരണം അത് സജീവമാകുന്നുണ്ട്, അത് ചലിക്കുന്നുണ്ട്. പക്ഷേ ചലനം തുടരണമെങ്കിൽ ഇനിയും ആ സമ്മർദ്ദം തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്ന് തോന്നുന്നു സി എം പി. അല്ല, ഞാൻ വൈകുന്നേരം വീണ്ടും ഞാൻ കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അപ്പോ എന്തായാലും NDRF-ഉം അതുപോലെ തന്നെ നേവിയുടെ ടീമും സംയുക്തമായിട്ടുള്ള തെരച്ചിൽ നടത്തും എന്നാണ് അറിയിച്ചത്. ഒന്ന്, അതുകൂടാതെ ചെയ്യാൻ കഴിയാവുന്ന മനുഷ്യ സാധ്യമായ എല്ലാ കാര്യവും ചെയ്തിരിക്കും എന്നാണ് വൈകുന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞത്. അവിടെ CM-ന്റെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പോലീസ് പറയുകയാണ് രാത്രി എത്ര വൈകിയാലും ഞങ്ങൾ ആ വണ്ടി കണ്ടെടുക്കും എന്നൊരു ഉറപ്പ് പറഞ്ഞു എന്ന് അവിടെ നിൽക്കുന്ന മനാഫ് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു എം പി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കർണാടക മുഖ്യമന്ത്രി വളരെ തറപ്പിച്ച് പറഞ്ഞു, എങ്ങനെങ്കിലും അർജുന്റെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗം എല്ലാം നോക്കും അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി സംസാരിച്ചു. ഞാൻ അവിടെ ബന്ധപ്പെട്ട മുഴുവൻ ആളെയും വിളിച്ചുകൊണ്ട് കാണാം. അല്ല രാഘവട്ട, ഇന്നലെ ഇവർ മനാഫും ഇവരൊക്കെ പറയുന്നുണ്ട് ഒരു വണ്ടി പോയിട്ടുണ്ട്, അതിന് നമ്പർ ഇതാണ്, GPS അവസ്ഥ ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഇടപെടേണ്ടി വന്നു, ഇത്ര ശക്തമായി ഇടപെടേണ്ടി, അങ്ങൊക്കെ CM-ന്റെ ഓഫീസിലൊക്കെ നേരെ നേർക്കുന്നവർ വിളിച്ച് പറയേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് കേരളത്തിലാണെങ്കിൽ ഇങ്ങനൊന്നും ആവില്ല, അല്ലേ ശ്രീ എം കെ രാഘവൻ? അല്ല, ഞാൻ ഇന്നലെ അവിടുത്തെ SP-യുമായി സംസാരിച്ചു, 2-3 തവണ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് തീവ്രമായ മഴയാണ്, ശക്തമായ മഴയാണ്, കാലാവസ്ഥ പ്രതികൂലമാണ്, അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല വെള്ളപ്പൊക്കം, ആ പുഴ കവിഞ്ഞ് ഒഴുകുന്ന വെള്ളം, അപ്പോൾ ഒരു കാരണവശാൽ അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാളെ വീണ്ടും രാവിലെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും വിളിക്കാൻ കാരണം. അപ്പോൾ രാത്രിയുടെ കാലാവസ്ഥ എത്രത്തോളം പ്രശ്നമാണെങ്കിലും അവർക്ക് കഴിയാവുന്നതിന്റെ പരമാവധി അവർ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ രാഘവട്ട? എനിക്ക് ഞാനതിൽ പൂർണ്ണ വിശ്വാസിയാണ്. കാരണം അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു പാളിച്ച എവിടെയാന്ന് ചോദിച്ചാൽ, നാഷണൽ ഹൈവേ അതോറിറ്റി ഈ കാര്യത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം നാഷണൽ ഹൈവേയിലാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്തം ഉണ്ടായതിനെ സംബന്ധിച്ച് ഗൗരവമായി നാഷണൽ ഹൈവേ അതോറിറ്റി അത് എടുത്തില്ല എന്നൊരു പൊതു പരാതി വന്നിരിക്കുകയാണ്. അത് ഗൗരവമായ പരാതിയാണ്. ശരിയാണ്. അവിടെ മണ്ണെടുക്കൽ ആവശ്യമായ ഒരു ക്രമീകരണം ഉണ്ടായിരുന്നില്ല, നെയിലിംഗ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഏതെങ്കിലും തരത്തിൽ ഫെൻസിങ് ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം എന്ന് തോന്നുന്നു. താങ്ക് യു. എന്തായാലും പരമാവധി ശ്രമങ്ങൾ ഇനിയും തുടരുക ശ്രീ എം കെ രാഘവൻ. എന്തായാലും നമ്മൾ രാത്രി മൊത്തം പ്രതീക്ഷയിലാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ മഴ പെയ്യുന്നുണ്ട്. ആ മഴയ്ക്കിടയിലും രക്ഷാപ്രവർത്തനം തുടരും എന്നൊരു ഉറപ്പ് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി നാരായണൻ നമുക്ക് നൽകുകയാണ്. നമ്മുടെ സമ്മർദ്ദം അല്ലെങ്കിൽ നമ്മുടെ ഇടപെടൽ അവിടെ സജീവമായി പല അർത്ഥത്തിൽ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്.